എക്സാം പാറ്റേണിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടും. സോ ആദ്യമായി ആധാർ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ആധാർ നമ്മൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒന്നുകൂടല്ലോ. ഇപ്പൊ നാഷണൽ ഹെൽത്ത് ഡേ അല്ലെങ്കിൽ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഡേ അല്ലെങ്കിൽ വേൾഡ് എൻവയോൺമെന്റ് ഡേ, അപ്പൊ അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ഡേയ്സും. ഹായ് ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. റെയിൽവേ ഫാർമസിസ്റ്റിന്റെ എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞു. അപ്പൊ എല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിലായിരിക്കും അല്ലെ. ഇനിയിപ്പോ ഹാർഡ്ലി 1 മന്ത് കൂടിയുള്ള എക്സാമിന്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. 200+ വേക്കൻസീസ് ആണ് ഫാർമസിസ്റ്റിന് വരിക. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഏതായാലും അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കത്തില്ല. നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു എക്സാം പാറ്റേണിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടും. സോ ആദ്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ RRB എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരൊക്കെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. നമുക്ക് ടൈം ഉണ്ട്. ഒരു ഏപ്രിൽ പകുതിയോട് കൂടി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങിയാലും മതി. ഇപ്പൊ പോർഷൻസ് പെൻഡിങ് ആയിട്ടുള്ളവരാണെങ്കിൽ നല്ല ടൈം ഉണ്ട്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ എക്സാമിന് പോകുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ആദ്യമായിട്ട് പറയാനുള്ളത് എക്സാമിന്റെ ഡേറ്റ് ആണ്. April 28 to April 30. അപ്പൊ ഒരു 3 ദിവസമായിട്ടാണ് ഈ ഒരു RRBയുടെ എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുക. സോ അതിൽ തന്നെ മോർണിംഗ് ഷിഫ്റ്റും ഉണ്ട്, ഈവനിങ് ഷിഫ്റ്റും ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ഈ ഒരു 3 ഡേയ്സിനുള്ളിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഷിഫ്റ്റ് ആയിരിക്കും നമുക്ക് അലോട്ട് ചെയ്യപ്പെടുക. സോ പിന്നെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സാം ഡേറ്റിന് കറസ്പോണ്ടിങ് എന്നാണോ നമുക്ക് കിട്ടുന്ന ഈ ഒരു എക്സാം ഡേറ്റിന് 10 ദിവസം മുന്നേ ആയിരിക്കും ഏത് സിറ്റിയിലാണ് നമുക്ക് എക്സാം നടക്കുക, അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡേറ്റും നമ്മുടെ എക്സാം ഡേറ്റും ഒക്കെ അറിയപ്പെടുക 10 ദിവസം മുന്നേ ആയിരിക്കും. പിന്നെ അതുപോലെ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സാം ഡേറ്റ്, അതുപോലെ ഏത് ഷിഫ്റ്റ് ആണ്, അതുപോലെ എക്സാം സിറ്റി, സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും അതിന്റെ ഒരു എക്സാം സെന്റർ വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ എറണാകുളം, ട്രിവാൻഡ്രം അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള 2-3 അല്ലെങ്കിൽ 3-4-5 സ്ഥലത്തായിരിക്കും എക്സാം സെന്റർ ഉണ്ടാവുക. സോ അതൊക്കെ നമുക്ക് 10 ദിവസം മുന്നേ നമ്മുടെ പ്രൊഫൈലിൽ അവര് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഓൾറെഡി പറഞ്ഞ പോലെ എന്താണ്, 2 ഷിഫ്റ്റ് ആണ്. മോർണിംഗ് ഷിഫ്റ്റും ഉണ്ട്, ഈവനിങ് ഷിഫ്റ്റും ഉണ്ട്. പിന്നെ അതുപോലെ ഹോൾ ടിക്കറ്റ്, നമ്മുടെ അഡ്മിറ്റ് കാർഡ് എക്സാമിന് 4 ദിവസം മുന്നേ ആയിരിക്കുള്ളൂ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എക്സാം സെന്ററും അതുപോലെ ഏത് ഷിഫ്റ്റ് ഏത് ഡേറ്റ് ആണെന്നുള്ളതൊക്കെ നമുക്ക് 10 ദിവസം മുന്നേ അറിയാൻ പറ്റും. പിന്നെ മസ്റ്റ് ആയിട്ട് എല്ലാ CBT, എല്ലാ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് പോകുമ്പോഴും മസ്റ്റ് ആയിട്ട് അവർ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആധാർ കാർഡ്, നമ്മുടെ ഐഡന്റിറ്റി കാർഡ് അല്ലെ. അതായത് എല്ലാവരും അവരവരുടെ ഒറിജിനൽ ആധാർ കാർഡ് എക്സാമിന് പോകുന്നതിന് മുന്നേ തലേ ദിവസം തന്നെ ബാഗിൽ എല്ലാവരും കരുതിയിരിക്കുക. പിന്നെ അതുപോലെ മൈ ആധാർ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ആധാർ നമ്മൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒന്നുകൂടി കൺഫേം ആക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ എക്സാം പാറ്റേൺ, ആദ്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കാം. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ് RRB എക്സാമിന് വരിക. 100 ക്വസ്റ്റ്യൻസിൽ 70 ക്വസ്റ്റ്യൻസ് ആർ റിലേറ്റഡ് ടു ദി പ്രൊഫഷണൽ. അതായത് ഇപ്പൊ ഫാർമസി ആണെങ്കിൽ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നഴ്സിംഗ് ആണെങ്കിൽ നഴ്സിംഗ് ആയിട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഇപ്പോ ലാബ് ടെക്നീഷ്യൻ ആണെങ്കിൽ അതായിട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഇപ്പൊ ഫിസിയോതെറാപ്പി ആണെങ്കിൽ അതായിട്ട് റിലേറ്റഡ്. സോ അവരവരുടെ പ്രൊഫഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 70 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതില് പിന്നെ നമുക്കറിയാം സിലബസ് വൈസ് വെയിറ്റേജ് ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ അത് വെച്ചിട്ട് ഒരു ധാരണ എല്ലാവരും ഉണ്ടാക്കി എടുക്കണം. പിന്നെ ബാക്കി വരുന്ന 30 ക്വസ്റ്റ്യൻസിൽ 10 ക്വസ്റ്റ്യൻ എന്താണ്, ജനറൽ അവയർനെസ് ആണ്. ലൈക്ക് ദ കറന്റ് അഫയേഴ്സ് ഉണ്ടാവാം, അതുപോലെ ഇമ്പോർട്ടന്റ് ഡേയ്സ് ഉണ്ടല്ലോ, ഇപ്പൊ നാഷണൽ ഹെൽത്ത് ഡേ അല്ലെങ്കിൽ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഡേ അല്ലെങ്കിൽ വേൾഡ് എൻവയോൺമെന്റ് ഡേ, അപ്പൊ അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ഡേയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ സ്പോർട്സ് പേഴ്സൺസോ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ജനറൽ അവയർനെസ് ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ഒരു 10 ക്വസ്റ്റ്യൻ വിൽ ബി റിലേറ്റഡ് ടു ദി ഇന്റലിജൻസ്, അതുപോലെ നമ്മുടെ അരിത്തമെറ്റിക് എബിലിറ്റി, അതുപോലെ റീസണിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും 10 ക്വസ്റ്റ്യൻ. അതിനകത്ത് കൂടുതലും നമ്മുടെ ടൈം, ഡിസ്റ്റൻസ്, ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. അതായത് മിക്കതും ടൈം, ഡിസ്റ്റൻസ്, പിന്നെ അതുപോലെ കോഡിങ്, ഡീകോഡിങ്, അങ്ങനെയുള്ള ലോജിക്കൽ ആയിട്ട് ചിന്തിച്ച് ചെയ്തിട്ടുണ്ട്. റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ 10 ക്വസ്റ്റ്യൻ വരുന്നത് ജനറൽ സയൻസിൽ നിന്നാണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. സോ
100 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ 70 ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു അവർ സബ്ജക്ട് ദാറ്റ് ഇസ് എ ഫാർമസി. പിന്നെ 10 ക്വസ്റ്റ്യൻ ജനറൽ അവയർനെസ്, 10 ക്വസ്റ്റ്യൻ എന്താണ് ഇന്റലിജൻസ്, അതുപോലെ റീസണിങ്, അതുപോലെ അരിത്തമെറ്റിക്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. 10 ക്വസ്റ്റ്യൻ ജനറൽ സയൻസ്. ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആവുകയാണെങ്കിൽ 1 മാർക്കും, അതുപോലെ ഒരു ക്വസ്റ്റ്യൻ തെറ്റി പോവുകയാണെങ്കിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 0.33 മാർക്സ് വിൽ ബി ഡിഡക്റ്റഡ്. ദാറ്റ് മീൻസ് 1/3 മാർക്സ് വിൽ ബി ഡിഡക്റ്റഡ് ഫോർ ഈച്ച് റോങ് ആൻസർ. അതുകൊണ്ട് സൂക്ഷിച്ച് എല്ലാം അറ്റൻഡ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യനും കയറി അറ്റൻഡ് ചെയ്യാണ്ട് അത്രയും കൺഫേം ആയിട്ടുള്ള, അത്രയും നമുക്ക് ഉറപ്പുള്ള ആൻസേഴ്സ് മാത്രം അറ്റൻഡ് ചെയ്യുക. കുറച്ച് ഡൗട്ട് ഉള്ളത് മീൻസ് ലാസ്റ്റത്തേക്ക് ഒന്ന് നോക്കാൻ വേണ്ടി വെക്കുക. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് സേവ് ചെയ്തായിരിക്കും നമുക്ക് പോവേണ്ടി വരിക. സോ അത്ര ഡിഫിക്കൽട്ട് ആയിരിക്കില്ല, നിങ്ങൾക്ക് മനസ്സിലാവും. അത്ര ആലോചിച്ച് മീൻസ് എങ്ങനെയായിരിക്കും എക്സാം വരണം അങ്ങനെ ഓർക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എക്സാമിന്റെ സ്റ്റാർട്ടിങ്ങിൽ മുന്നേ ആ ഒരു സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പം 90 മിനിറ്റ്സ് ആണ് വരിക. സോ അത് ഓർക്കുക, ടൈമും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. സോ എല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യുക. അതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഏകദേശം ഒരു ധാരണ കിട്ടി എന്നുള്ള ഒരു വിശ്വാസം വരുന്നു. സോ നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. അതുപോലെ ഓർക്കേണ്ട ഒരു കാര്യമാണ്, എന്നാണ് എക്സാം ഡേറ്റ് ഓർത്തിരിക്കുക. 28th ആണ്. അപ്പോൾ ഒരു ഡെഡ് ലൈൻ നമ്മൾ മനസ്സിൽ കൂട്ടി വെക്കുക. ആ ഒരു ഡേറ്റിന് മുന്നേ ആയിട്ട് നമ്മൾ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഒക്കെ ഫിനിഷ് ചെയ്യുക. നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഉറപ്പായിട്ടും ഒരു RRB ഫാർമസിസ്റ്റ് നിങ്ങൾക്ക് ആവാൻ പറ്റും. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.